നളിനകാന്തി എന്നുള്ളത് കർണാടക സംഗീതത്തിലെ ഒരു രാഗമാണ്. താമരയുടെ ഭംഗി എന്ന അർത്ഥവുമുണ്ട്. രണ്ടർത്ഥവും അനുയോജ്യമായിട്ടുള്ള ഒരു മൊമെൻ്റാണിത്. കാരണം സാഹിത്യത്തിൻ്റെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല ഭംഗികളാണ് ഈ വേദി അലങ്കരിക്കുന്നത്. ഒപ്പം തന്നെ സംഗീതമാണ് പുസ്തകത്തിൻ്റെ വിഷയവും. ടി പത്മനാഭൻ്റെ കഥയും ജീവിതവും മുൻനിർത്തിയിട്ട് സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ നളിനകാന്തി എന്ന ചലച്ചിത്രത്തിനായിട്ട് ഷിബു ചക്രവർത്തി എഴുതിയ ഗാനങ്ങളും കവിതയുമാണ് നളിനകാന്തി എന്ന പുസ്തകം. ആ പുസ്തകത്തിനായിട്ട് മനോഹര ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് മദനനാണ്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ജസ്റ്റ് നിന്നാൽ മതി. ഒരു ക്ലാപ്പ് വേണ്ടേ? പുസ്തകത്തെക്കുറിച്ചിട്ട് മലയാളികളെല്ലാം വായനയുടെ പ്രകാശം പരത്തിയിട്ടുള്ള എഴുത്തുകാരൻ ടി പത്മനാഭൻ. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എത്രയെത്ര കഥകൾ നമ്മൾ തലമുറകളായിട്ട് കേട്ടു, ഇനി എത്ര കഥകൾ കേൾക്കാനിരിക്കുന്നു. പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് അദ്ദേഹം സംസാരിക്കും. ഈ സിനിമ ഞാൻ കണ്ടിരിക്കുന്നു. പൊതുവെ സിനിമകൾ എനിക്കിഷ്ടമാണ്. 90 മിനിറ്റോളം ഉണ്ട് ഈ സിനിമ. ഒരു മുഷിപ്പും കൂടാതെ കാണികളെല്ലാവരും ഇരുന്ന് കണ്ട ഒരു സിനിമയാണ് നളിനകാന്തി. എൻ്റെ കഥയെ ആസ്പദമാക്കി രചിച്ചതുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. തികച്ചും വ്യക്തി നിരപേക്ഷമല്ലാതെ ആണ് പറയുന്നത്. ഇത് ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ വെച്ച്, പിന്നെ കണ്ണൂരിലെ തിയേറ്ററിൽ വെച്ച്, വേറെ പല തിയേറ്ററിൽ വെച്ച്, ഒടുവിൽ മാതൃഭൂമി പുസ്തകോത്സവത്തിന് തിരുവനന്തപുരത്ത് വെച്ചും കാണുകയുണ്ടായി. ജനങ്ങളിൽ നിന്ന് നല്ല സ്വീകാര്യതയാണ് ഇതിന് ലഭിച്ചത്. ഇനിയും ഇത്തരം മികച്ച ചിത്രങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിലെ പാട്ടുകൾ എല്ലാം വളരെ ഗംഭീരമായിരിക്കുന്നു. ജനങ്ങൾ, കാണികൾ അത് ഏറെ ആസ്വദിക്കുന്നതിനും ഞാൻ സാക്ഷിയായിരുന്നു. ഒരു ചക്രവർത്തി രചിച്ച കവിതകൾ, ഒരു ചക്രവർത്തിയുടെ ആലാപനം, ഇത് മറ്റൊരു തരത്തിലാവാൻ ഒരിക്കലും പ്രജകൾ സമ്മതിക്കുകയില്ലല്ലോ. താങ്ക് യു. അതെ, ഇപ്പോൾ ഇവിടെ ഈ തുടങ്ങിയ ചിരി നമുക്ക് അവിടേക്ക് എടുക്കാം. തൃശ്ശൂരിലെ അവരുടെ എല്ലാവരുടെയും, തൃശ്ശൂരുകാരുടെ മുഴുവനായിട്ടുള്ള ആ ഒരു ഫലിത ബോധം, ആ ഒരു കഴിവ് കേരളത്തിൽ എമ്പാടും എത്തിച്ചിട്ടുള്ള, കാരിക്കച്ചറിലൂടെ എത്തിച്ചിട്ടുള്ള നാടക പ്രവർത്തകനായ, ഗായകനായിട്ടുള്ള, ചലച്ചിത്രകാരനായിട്ടുള്ള ശ്രീ ജയരാജ് വാര്യർ സർ, 2 വാക്ക് ആശംസകൾ അർപ്പിക്കാൻ. സുസ്മേഷിനെ കാണുന്നത് കാൽക്കത്തയിൽ വെച്ചാണ്. അന്നേ ഞങ്ങൾ നളിനകാന്തിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഇവിടെ നമ്മുടെ എല്ലാവരുടെയും കാരണവരായ മലയാള കഥകൾ വായിക്കാൻ തുടങ്ങിയ കാലത്ത് തന്നെ നമ്മുടെ വലിയ കഥാകാരൻ എന്ന രീതിയിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ടി പത്മനാഭൻ സാറ്, പിന്നെ എൻ്റെ പ്രിയങ്കരനായ ചിത്രകാരൻ മദനൻ, പ്രിയങ്കരനായ നേരത്തെ പറഞ്ഞ വരി ചക്രവർത്തി, മറ്റൊരു ആത്മസുഹൃത്തും നാടക സിനിമാ സതീർത്ഥനുമായിട്ടുള്ള VK പ്രകാശ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഷിബു ചക്രവർത്തിയുടെ ഏതൊരു പരിപാടിയിലും ചക്രവർത്തിയുടെ മുന്നിൽ വിളക്ക് പിടിക്കുക എന്നതാണ് എൻ്റെ ഒരു രീതി. വിളക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭാര്യന്മാരുടെ കുലത്തൊഴിലാണ്. ഇന്നലെ മുതൽ ഞാൻ ഷിബു ചക്രവർത്തിക്ക് വിളക്ക് പിടിക്കാൻ വേണ്ടി കുത്തുവിളക്ക് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കുത്തുവിളക്ക് എന്ന് പറയുമ്പോൾ മലബാറുമായിട്ട് വളരെ അടുത്ത്
ബന്ധമുള്ള ഒന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നതിന് ശേഷവും ഞങ്ങൾ നളിനകാന്തിയെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ഞാനിതിലെ ഒരു കവിത, നളിനകാന്തി രാഗം എനിക്കറിയില്ല, പക്ഷെ ഞാനൊരു കവിത ഇവിടെ വായിക്കാം. അതാവട്ടെ എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ ആശംസ. ആകാശദേശത്തിലൂടെ അലയുന്ന ഏകനാം അവധൂതമേഘം, സമുദ്രത്തെ ഉള്ളിലെടുത്ത് നടപ്പവൻ, കാർമേഘമായിട്ടും പെയ്യാതിരിപ്പവൻ, കൂടുവയ്ക്കാത്ത പറവയായി തീർന്നവൻ, കൂട്ടിനൊരാളെയും കൊണ്ടുപോകാത്തവൻ, ഇവൻ അവധൂതൻ. ആകാശദേശത്തിലൂടെ അലയുന്ന ഏകനാം അവധൂതമേഘം. താങ്ക് യു. സംവിധായകനാണ്. സിനിമകൾ മാത്രമല്ല, പരസ്യചിത്രങ്ങളും സംവിധാനം ചെയ്യുന്നുണ്ട്. ദേശീയ പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള ചലച്ചിത്രകാരൻ VK പ്രകാശ്. സർ പ്ലീസ് 2 വാക്ക്. നമസ്കാരം. ജയരാജ് സംസാരിച്ചതിന് ശേഷം സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അപകടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ചെറുപ്പം മുതലേ അറിയുന്നതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ വെളിയിൽ പോയി കളിയാക്കും. അതുകൊണ്ട് സംസാരിക്കാൻ പേടിയാണ് ജയരാജിനെ പുറത്ത് വെച്ചിട്ട്. എന്തായാലും കഥകൾ വായിച്ച് കഴിഞ്ഞ കാലം തൊട്ടുള്ള പരിചയം, നേരിട്ട് പരിചയമില്ലെങ്കിലും കഥകളിലൂടെ പരിചയപ്പെട്ടതാണ് പത്മനാഭൻ സാറ്. ചില ഷിബുവിനെ പറ്റി പറയുന്നത്, ഷിബു എൻ്റെ ഒരുപാട് സിനിമകൾക്ക് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയിരിക്കുന്നതിൽ എനിക്കിഷ്ടപ്പെടുന്നത് എന്താ വെച്ചാൽ ഇമേജറിയാണ്. അതായത് കവിത പോലെ തന്നെ സിനിമാ ഗാനങ്ങളിൽ ഇമേജറി കൊണ്ടുവരുന്ന ഒരു റൈറ്ററാണ്. അപ്പോൾ പുള്ളിയുടെ വരികൾ കിട്ടിയിട്ടാണ് ഞാൻ സാധാരണ വിഷ്വലൈസ് ചെയ്യാറ്. കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് ഇമേജറി ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ വെറുതെ ഓടിച്ചു നോക്കിയപ്പോൾ ഐ എം നോട്ട് സീൻ ദ ഫിലിം. പക്ഷെ ഇതിങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ ഇതിൽ പറഞ്ഞ ആകെ ഇരുട്ടാണ്, കർക്കിടക രാവാണ്, ആകാശം മേഘാവൃതമാണ്, അനന്തമാം ആകാശച്ചെരുവിൽ ഒരു താരകം മാത്രം, എവിടെയിരുന്നാലും എന്നെ തിരയുന്ന മിഴി പോലെ, വജ്രം പതിച്ചൊരു മൂക്കുത്തിക്കല്ലിൻ്റെ വെട്ടമായി വന്നെന്നെ ഒന്ന് തൊട്ടു എന്ന് പറയുന്നത് ഒരു സിനിമാ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ വിഷ്വൽസ് ഉണ്ടാക്കാൻ സ്കോപ്പുള്ള ഒരു വരികളാണ്. അത് ആ ഇമേജസ് നമ്മളിൽ പടർത്തുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം. അത് ചെറുകഥയായാലും നോവലായാലും പാട്ടായാലും അത് വളരെ മനോഹരമായിട്ട് ഷിബു. അത് മാത്രമല്ല, എനിക്ക് ഇതിൻ്റെ കൺസീവിങ് ഓഫ് എ ഫിലിം ഞാൻ ഷിബു പറഞ്ഞറിഞ്ഞാണ്. അതായത് ഇത് കൺസീവ് ചെയ്തിരിക്കുന്നത് ത്രൂ പാട്ടുകളാണ്. ഒരു സിനിമ പാട്ടുകളിലൂടെ കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ പാട്ടുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതും ഒരു ഡോക്യുമെൻ്ററി സ്വഭാവമുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ തീർച്ചയായിട്ടും സുസ്പേഷന് എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അതിൻ്റെ ഒരു അവതാരികയിൽ തന്നെ ഉണ്ട് എങ്ങനെയാണ് ഈ ഒരു പുസ്തകം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ പുസ്തകത്തെക്കുറിച്ച് ഏറ്റവും ഗാഢമായിട്ട് തന്നെ പറയാൻ പറ്റുക സുസ്മേഷ് ചന്ദ്രത്തിനാണ്. സർ പ്ലീസ്. സ്നേഹബഹുമാനമുള്ള പ്രിയപ്പെട്ട പപ്പേട്ടൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടയായ വ്യക്തികൾ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ, വളരെ അടുപ്പമുള്ള ആളുകളാണ് ഈ ചടങ്ങിനുള്ളത്. ഒട്ടേറെ മനോഹരമായ ഒരു സന്ധ്യ. ഈ പുസ്തകത്തേക്കാൾ അല്ലെങ്കിൽ സിനിമയേക്കാൾ ഒക്കെ ഇതിൽ ഉപരിയായി നിൽക്കുന്ന ഒന്ന്, അത് പ്രിയപ്പെട്ട പപ്പേട്ടൻ മലയാളത്തിന് നൽകിയ കഥകളും മലയാളി തിരിച്ച് പപ്പേട്ടന് നൽകിയ സ്നേഹവുമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ, ആ കൊടുക്കൽ വാങ്ങൽ സംഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ സിനിമയോ ഇതിലെ പാട്ടുകളോ ഞങ്ങളുടെ ഈ കൂട്ടായ്മയോ അതിലൂടെ ഉണ്ടായി വന്ന ഞങ്ങളുടെ കെട്ടുറപ്പുള്ള ഒരു വലിയ ബന്ധമൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പങ്കാണ് നിങ്ങൾ കാണികളുടെ പ്രതിനിധികളായിട്ട് മുമ്പിലിരിക്കുന്ന ആളുകൾ. അതായത് വായനക്കാരും കാണികളും ശ്രോതാക്കളും അടങ്ങുന്ന ഒരു വലിയ മലയാളി സംഘം രൂപപ്പെടുത്തിയെടുത്ത ഒരു സംരംഭമാണിതെന്ന് പറയാം. അതിൻ്റെ ആണിക്കല്ലും മൂലക്കല്ലും ഞങ്ങളുടെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് പപ്പേട്ടൻ ഈ സിനിമയിലുള്ളത്. 2 അഭ്യർത്ഥനയാണുള്ളത്. ഒന്ന്, ഈ പുസ്തകം എല്ലാവരും വാങ്ങണം. ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി ശിവചേട്ടൻ പലപ്പോഴായി എഴുതിയ, ഈ സിനിമയുടെ ആശയം പറഞ്ഞപ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യപ്രകാരം പലപ്പോഴായി എഴുതിയ രചനകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് കവിതകളാണ് ഈ പുസ്തകത്തിൽ. ഇതിനേക്കാളും അധികം അദ്ദേഹം എഴുതി കൂട്ടിയിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഒരു സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം ആവേശഭരിതനായിരുന്നു ശിവചേട്ടൻ. അതാ സബ്ജക്റ്റ് മനസ്സിലാക്കിയിട്ട്. സബ്ജക്റ്റ് ഇതാണ്:
ടി പത്മനാഭൻ എന്ന മലയാളത്തിൻ്റെ എഴുത്തുകാരൻ്റെ ജീവിതവും അദ്ദേഹം ജീവിക്കുന്ന ഇടവും ആ കാലവും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത ഏതാനും കഥകളിലൂടെ സംഭാഷണങ്ങളിലൂടെ മലയാളിക്ക് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ഒരു സിനിമയാണ് കൺസീവ് ചെയ്തിരുന്നത്. ആ ആശയം പറഞ്ഞപ്പോൾ തന്നെ ഷൂച്ചേട്ടൻ്റെ മനസ്സിലേക്ക് വന്ന നൂറുകണക്കിന് കവിതകളാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലുള്ളത്. അത് നിങ്ങൾക്കൊരു സമ്മാന പുസ്തകമായിട്ട് ആർക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. മദനേട്ടൻ്റെ വരയും കൂടി ചേർന്നപ്പോൾ അതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാം, വായിച്ച് സൂക്ഷിക്കാനും പറ്റുന്ന ഒന്നാണ്. അങ്ങനെ ഒരു വലിയൊരു മേന്മ ആ പുസ്തകത്തിൻ്റെ കൈരളി ബുക്സ് അത് ഭംഗിയായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷം ഞങ്ങളുടെ എല്ലാവരും ഒരു കൂട്ടായ്മ ഇങ്ങനെ അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പായിട്ട് ഒരു പുസ്തക രൂപത്തിൽ കൂടി വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നളിനകാന്തി എന്ന സിനിമ യൂട്യൂബിൽ ഇപ്പോൾ ഉണ്ട്. നളിനകാന്തി എന്ന് സെർച്ച് ചെയ്താൽ അത് കിട്ടും. എല്ലാവരും സാധിക്കുമെങ്കിൽ കാണണം. പറഞ്ഞു കേട്ടതിനപ്പുറത്ത് ടി പത്മനാഭൻ എന്ന വ്യക്തി, എഴുത്തുകാരൻ എന്താണ് എന്നത് ആ സിനിമയിലൂടെ പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഒരു വലിയ പരിധിവരെ അത് കണ്ട പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയ പ്രതികരണവും അങ്ങനെയാണ്. ഇതായിരുന്നോ ടി പത്മനാഭൻ, ഇങ്ങനെ ആയിരുന്നുവോ എന്നുള്ളൊരു ചോദ്യം ഞാൻ വ്യക്തിപരമായി കേട്ടിട്ടുണ്ട്. ഈ അടുത്ത നാളിൽ കൂടിയും ആ സിനിമ കണ്ടതിന് ശേഷം പപ്പേട്ടനെ കാണാൻ പോകണം എന്ന് അങ്ങനെ ആഗ്രഹിച്ച ആളുകളുടെ അഭിപ്രായം കിട്ടി. അപ്പോൾ അതൊരു വലിയ സന്തോഷമായിട്ടൊരു നിറവായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഈ സന്ധ്യയിൽ അധികം ഒന്നും മറ്റു കാര്യങ്ങൾ സംസാരിക്കാനുള്ള സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങല്ല. ശിവചേട്ടൻ എന്ന എഴുത്തുകാരൻ്റെയും ടി പത്മനാഭൻ എന്ന എഴുത്തുകാരൻ്റെയും അവരുടെ രചനകളെ ആസ്വദിക്കുന്നതിനും ഓർമ്മിക്കുന്നതിനും ഒന്നുകൂടി അവസരം ഒരുക്കുന്ന ഒരു ചടങ്ങാണ്. അതിൽ പപ്പേട്ടൻ്റെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമായിട്ട് മാറിയത്. ഇത്രയും പ്രഗത്ഭരുടെ കൂടെ ഇരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് ഈ ഒരു ശ്രമത്തിന് ഇറങ്ങിയതുമാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരോടും ശ്രോതാക്കളോടും കൈരളി ബുക്സിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ. ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിലൂടെ സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്കിപ്പോൾ കേൾക്കാം. വളരെ കുറച്ച് സംസാരിക്കുകയും ചിത്രങ്ങളിലൂടെ കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്ന ആൾ. സ്നേഹം നിറഞ്ഞ സദസ്സും വേദിയിലുള്ള എന്താ പറയുക, മലയാളത്തിൻ്റെ മുത്തുകളായിട്ടുള്ള എഴുത്തുകാരും, ഞാൻ നളിനകാന്തി എന്ന ഈ പുസ്തകത്തിൽ എൻ്റെ കയ്യിൽ കിട്ടുന്നത് 1-2 വ്യക്തികളുടെ ആദ്യ ഫോൺ വിളിയിലാണ്. ഒന്ന് പെരിന്തൽമണ്ണയിലുള്ള വളരെ പ്രശ്നമായിട്ടുള്ള ഒരു കുടുംബത്തിലെ ഡോക്ടർ ജൂണി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മദനേട്ടാ ഞാൻ വായിച്ചിട്ട് അതിമനോഹരമായി തോന്നുന്നുണ്ട്, മദനേട്ടൻ എന്തെങ്കിലും ഒരു 2-3 ചിത്രങ്ങൾ വരച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ജൂണിയും ഞാനുമായിട്ടുള്ള ഒരുപാട് കാലത്തൊരു പരിചയത്തിൽ അദ്ദേഹത്തിന് പൊതുവെ എല്ലാം കാണുന്നതും ചുറ്റുപാടുള്ള കാഴ്ചപ്പാടുകളെല്ലാം ഉള്ളൊരു ഡോക്ടറാണ് ജൂണി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ മാതൃഭൂമിയിൽ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന NP വിജയകൃഷ്ണൻ എന്ന് പറയുന്ന പെരിന്തൽമണ്ണക്കാരൻ തന്നെ, മൂപ്പർ എന്നോട് പറഞ്ഞു, മദനേട്ടാ ഒന്ന് ഇങ്ങനെ ഒരു ഷിബു ചക്രവർത്തിയുടെ കുറച്ച് കവിത കേട്ടിട്ട് മദനേട്ട എന്തായാലും ഒന്ന് വരക്കണം, അത്ര ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞെന്നാൽ അയച്ചു തരുമെന്ന് പറഞ്ഞ് അങ്ങനെ അയച്ചു തന്നു. ഞാൻ അത് വായിച്ച് നോക്കുമ്പോൾ സത്യത്തിൽ ഷിബു ചക്രവർത്തി എന്നെ വിളിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു വെളിച്ചമായിരുന്നു. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ച്, ഞാൻ സത്യത്തിൽ ആകെ ഒരു എന്താ പറയുക, അടിമുടി ഒരു കോരിത്തരിച്ച പോലെയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം എനിക്ക് വന്നത്. എന്നോട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് ചിത്രങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ വരക്കാൻ പറ്റുമോ എന്നറിയില്ല എന്നെല്ലാം പറഞ്ഞു. ഞാൻ വായിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കാറ്റും കേരളത്തിൻ്റെ ഈ നമ്മുടെ ഭൂമിയിൽ നിന്നിട്ട് ആകാശവും പ്രകൃതിയും ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ചെറിയ വണ്ടുകളും പൂമ്പാറ്റകളും പ്രപഞ്ചത്തിലുള്ള എല്ലാം വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയുടെ തീരത്ത് ഞാനിങ്ങനെ വന്ന് നിന്നതുപോലെയാണ് തോന്നിയിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ കവിത വായിച്ച് നോക്കുമ്പോൾ. ചിലപ്പോൾ ഭാരതപ്പുഴേൻ്റെ അടുത്താണോ ഞാൻ നിൽക്കുന്നത്, അല്ലെ വേറെ ഏതെങ്കിലും ഒരു തണുപ്പുള്ളൊരു സ്ഥലത്താണോ നിൽക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ ഒരുപാട് തവണ വായിച്ച് നോക്കി. അങ്ങനെ ഞാനൊരു ചിത്രങ്ങൾ എല്ലാത്തിനും ഞാൻ ചിത്രം വരച്ചു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നോട് ഇവർ പറഞ്ഞല്ല, മദനേട്ടൻ ഇത് മുഴുവൻ വരച്ചോ? എന്നോട് ചോദിക്കുക, ഇത് മുഴുവൻ വരച്ചോ? ഞാൻ പറഞ്ഞത് അത്രയധികം മനോഹരമായിട്ടുള്ളൊരു സംഗീത സാന്ദ്രമാണത്. അത് വായിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ
പാട്ടാണോ തഴുകിക്കൊണ്ടിരിക്കുന്നത്, കാറ്റാണോ തഴുകുന്നത്, ഈ ജലത്തിൻ്റെ ഈ ശൈത്യമാണോ നമ്മളെ തൊടുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ കവിതകളിൽ കൂടി ഒഴുകുന്നുണ്ട്. അത് വരക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു നിമിത്തം പോലെ ഞാൻ വരച്ചു, അത് മനോഹരമായി പ്രിൻ്റ് ചെയ്തു. അതിൻ്റെ ഒരു പൂർണ്ണത വരുന്നൊരു ദിവസം ഇന്നാണെന്ന് എന്നോട് അറിയിച്ചു. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഞാനും വന്ന് ചേർന്നു. ഓരോരുത്തരെ പറ്റിയും എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഒന്നും പറയുന്നില്ല. ആ നളിനകാന്തി എന്ന് പറയുന്ന പുസ്തകത്തിന് ഞാനും ഒരു പങ്കാളിയായി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായി കാണുന്നു. എൻ്റെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ വന്നിട്ട് അത് പറയുന്നതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. പപ്പേട്ടനെ ഞാൻ കാണുന്നതും വായിച്ചു തുടങ്ങിയ മുതലേ പപ്പേട്ടൻ്റെ കഥകൾക്ക് മാതൃഭൂമിയിൽ വന്ന മിക്ക കഥകളും ഞാൻ വരച്ച്, പഴയ കാലത്തല്ല, ഞാനൊരു പുതിയ കാലത്ത് വന്നതുകൊണ്ട് പഴയ കാലത്ത് ദേവമാഷും നമ്പൂതിരിയും ഏസൊക്കെ വരച്ച ഒരു പഴയ കാലമുണ്ട്. അതിന് ശേഷം വന്ന് ഞാൻ വരച്ച മിക്ക കഥകളും പപ്പേട്ടൻ്റെ ഈ അടുത്ത കാലത്ത് വന്ന എല്ലാ കഥകളും ഞാൻ വരച്ചിട്ടുണ്ട്, പലതവണ വരച്ചിട്ടുണ്ട്. അങ്ങനെ പപ്പേട്ടൻ്റെ ഒരു അടുത്ത് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു ഭാഗ്യമായി ഞാൻ ഈ സന്ദർഭം കാണുകയാണ്. എല്ലാ വ്യക്തികൾക്കും, ജയരാജ് വാരഡ്, ഷിബു ചക്രവർത്തി, അദ്ദേഹത്തിനും എല്ലാവർക്കും നന്മകൾ മാത്രം, ഐശ്വര്യപൂർണമായൊരു ദിവസമായി ഞാൻ കണക്കാക്കുന്നു. ഇതിൻ്റെ വിജയത്തിനായി ഇദ്ദേഹം സുപ്രേഷ് പറഞ്ഞതുപോലെ നല്ലൊരു തുടക്കമായി ഈ പുസ്തകം വളരട്ടെ എന്ന് ഞാൻ കരുതുന്നു. ആശംസകളോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. അക്ഷരങ്ങൾ വാക്കുകളാകുമ്പോൾ നമുക്കൊരു ഇമേജ് കിട്ടും. അത് ഓരോരുത്തരും ആ ഇമേജ് വേറെ വേറെ ആയിട്ടാണ് കാണുക. എങ്കിൽ ഷിബു ചക്രവർത്തിയുടെ വരികൾ KP സാർ പറഞ്ഞതുപോലെ കുറച്ചും കൂടി നമുക്ക് ഈസി ആക്കും ആ ഇമാജിനറി ലോകം. സർ പ്ലീസ് ഈ പുസ്തകത്തെക്കുറിച്ച്. പ്രിയപ്പെട്ടവര്, സത്യത്തിൽ എനിക്ക് സംസാരിക്കാൻ വാക്കുകളില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കലും കവിത എഴുതില്ല എന്ന് വാശി പിടിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. എഴുതിയതിൽ കവിത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരാവശ്യം സുഷ്മേഷ് പറയുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ പപ്പേട്ടൻ്റെ കഥകളിൽ കൂടെ വീണ്ടും സഞ്ചരിക്കുകയായിരുന്നു. നമ്മൾ പലപ്പോഴും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന കഥകൾ വായിക്കുന്നു, അതങ്ങനെ കടന്നു പോകുന്നു. പക്ഷേ ഞാൻ വീണ്ടും എടുത്ത് വായിക്കാൻ തുടങ്ങി. ഈ വായന എന്നിലുണ്ടാക്കിയ ചില അനുരണനങ്ങൾ, അതാണ് അക്ഷരങ്ങളായിട്ട് എഴുതിയിട്ടത്. കാരണം പലപ്പോഴും സിനിമയിൽ എഴുതാൻ കിട്ടുന്ന പാട്ടുകളുടെ സിറ്റുവേഷൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. കാരണം ഒരു കൊച്ചുകുട്ടി അച്ഛനെ കൊല്ലുന്നത് കണ്ട് അവൻ അയാളുടെ പുറകിൽ നിന്ന് ഒരു കുത്തും കുത്തി ഒരു ലോറി കയറി കഴിഞ്ഞാൽ ലോറി സഞ്ചരിക്കാൻ തുടങ്ങും. അവിടുന്ന് പാട്ട് തുടങ്ങുന്നു. പാട്ട് തീരുമ്പോൾ ഇവൻ സുരേഷ് ഗോപിയായിട്ടുണ്ടാവും. അങ്ങനെയാണ് പലപ്പോഴും സിനിമയിലെ പാട്ടിൻ്റെ സിറ്റുവേഷൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ എഴുതിയിട്ട് ഇത് മഹത്തരമായിട്ടുള്ള കവിതയാണെന്ന് അവകാശപ്പെടണമെങ്കിൽ ചില്ലറ തൊലിക്കെട്ടി പോരാ. അപ്പം അതുകൊണ്ടിട്ട് ഞാൻ എഴുതിയ പാട്ടുകൾ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു സിറ്റുവേഷൻസ്. അല്ലാതെ പലപ്പോഴും സിനിമയിൽ ഞാനത് തമാശയിൽ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, എങ്കിൽ പോലും ഒരു ഇമോഷനെ കൂടുതൽ തീക്ഷ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് പാട്ടുകൾ ഉപയോഗിക്കുന്നത്. അതിനുപയോഗിക്കുന്ന ഒരു സങ്കേതം, അത് കവിതയ്ക്കൊന്നും അതിൽ വലിയ സ്ഥാനമൊന്നുമില്ല. പക്ഷേ സിനിമ ഹിറ്റാവുന്നതും ഇതൊക്കെ അനുസരിച്ചിട്ട് പാട്ടുകളും ഹിറ്റാവുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത്, ഞാൻ പപ്പേട്ടൻ്റെ കഥകളിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇതുവരെയും, കാരണം ഇപ്പം നമ്മളതിനെ കാണുന്നത് വേറൊരു ആംഗിളിലായിരുന്നു. ഞാൻ അത് അനുഭവിക്കുകയായിരുന്നു. ഇപ്പോൾ VKP പറഞ്ഞ പോലെ മുക്കൂത്തിക്കല്ലിൻ്റെ വെട്ടമായി വൈരം പതിച്ച മുക്കൂറ്റിക്കൽ, അത് പപ്പേട്ടൻ്റെ കഥയിലുള്ളതാ. ഞാനതിൻ്റെ അത് എങ്ങൊന്നും എടുത്തതല്ല. പിന്നെ അവധൂതമേഘം,
പപ്പേട്ടൻ്റെ ഈ കഥകളിൽ കൂടെ പോകുമ്പോഴും പപ്പേട്ടൻ എന്താണ് സമുദ്രത്തെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോഴും പെയ്യാതിരിക്കുന്നവൻ, കൂട്ടിനൊരാളെയും കൊണ്ടു നടക്കാത്തവൻ എന്നത് അവധൂത ഭാവമാണ്. ഇത് എഴുതി കഴിഞ്ഞപ്പോൾ സുഷ്മേഷിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കറക്റ്റ് ഡെഫിനേഷനാണ്. എൻ്റെ അടുത്ത് വിജയലക്ഷ്മി പറഞ്ഞു, റൈറ്റർ, ഓ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരാളെ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റി എന്നുള്ളതല്ല, ഞാൻ കണ്ടത് അങ്ങനെയാണ്. അപ്പം ഞാൻ കണ്ട പപ്പേട്ടൻ്റെ കഥകൾ, ഞാൻ കണ്ട പപ്പേട്ടൻ എന്നൊക്കെ പറയുന്ന എൻ്റെ കാഴ്ചപ്പാട്, അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് എൻ്റെ കാഴ്ചപ്പാടിൻ്റെയും അറിവില്ലായ്മയുടെയും കാരണം മാത്രമാണ്. കാരണം ഞാൻ കണ്ടത് അങ്ങനെയാണ്. അത് ആ ഒരു സൃഷ്ടിയാണിത്. പിന്നെ ഇത് ഇത്തരത്തിൽ വരാൻ മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും ഇത്രയും സ്ട്രെയിൻ എടുത്തിട്ടില്ല. ഈ പറയുന്ന പെരിന്തൽമണ്ണയിലെ ഡോക്ടർ ജൂനിയും NP വിജയകൃഷ്ണ മാഷും ഒക്കെ കൂടെ മദനെ നിരന്തരം നിർബന്ധിച്ച്. പക്ഷേ ഒറ്റ കാര്യമുണ്ട്, ദിസ് എ യുണീക്ക് കോമ്പിനേഷൻ. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതിയ അക്ഷരങ്ങൾ മാത്രമല്ല ഉള്ളത്, കവിത എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ ഞാൻ എഴുതിയ അക്ഷരങ്ങൾ മാത്രമല്ല ഉള്ളത്, മദനേട്ടൻ്റെ വരയുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ അകത്തുള്ള QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് നമ്മൾ പോകുന്നത് സ്പോട്ടിഫൈയിലെ ഈ പാട്ടുകളിലേക്കാണ്. അപ്പോൾ പാട്ടും വരയും പിന്നെ എൻ്റെ എഴുത്തും, അങ്ങനെ ഒരു യുണീക്ക് കോമ്പിനേഷനാണ് ഈ ബുക്ക്. അത് സാധ്യമാക്കിയ കൈരളിക്കും കൈരളി ബുക്സിനും പിന്നെ ഇതിൻ്റെ പുറകിൽ ഇന്ന് ഈ വേദിയിൽ ഒന്നിച്ചിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും, പിന്നെ പപ്പേട്ടനെ പറ്റി ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം പോലെ, ഒരു പുണ്യം പോലെ പപ്പേട്ടനോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിച്ചു എന്നുള്ളതിനും നന്ദി. ആരോടും, ജീവിതത്തിനോട്. താങ്ക് യു. അപ്പോൾ നളിനകാന്തി എന്ന പുസ്തകം നമ്മുടെ ബുക്ക് സ്റ്റോളിൽ ലഭ്യമാണ്. എല്ലാവരും വാങ്ങുക, വായിക്കുക, പറഞ്ഞതുപോലെ തന്നെ പാട്ടുകൾ കേൾക്കുക, സിനിമ കാണുക. താങ്ക് യു. ഈ ഒരു വേദി പ്രൗഢമാക്കിയതിന് ഓരോരുത്തർക്കും താങ്ക് യു.